ഹായ്, കുക്കിംഗ് വിത്ത് മമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെണ്ടക്കായ കൊണ്ടുള്ള ഒരു ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലി, 2 മുളക്, ഒരു നുള്ളു ജീരകം, ഒരു നുള്ളു പെരുംജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക. ഈ തക്കാളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ചുവന്ന മുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് വെണ്ടക്കായ ഇതേപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ വെണ്ടക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ആംചൂറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.